അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ ഒരാളായ ശ്രീ MP ലോറൻസ് ആണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ നേതാക്കന്മാരെ, സമരസഹാക്കളെ, എനിക്ക് മുൻപ് ഇവിടെ വളരെ സുദീർഘമായി തന്നെ ഇന്നത്തെ ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല. എങ്കിൽ കൂടി പറയുവാനുള്ളത്, നമ്മുടെ രാജ്യം വിവിധ മാഫിയകളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെൺമാടി മാഫിയ ആയാലും മരുന്ന് മാഫിയ ആയാലും ഭൂമാഫിയ ആയാലും ഒട്ടനവധി മാഫിയകൾ ഈ രാജ്യത്ത് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് റോഡ് മാഫിയ എന്ന രൂപത്തിൽ ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സംവിധാനത്തെ സംബന്ധിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് BOT അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുത്തുകൊണ്ട് സ്വകാര്യ മുതലാളിമാർക്ക് കൊള്ള ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള റോഡുകൾ ഏകപക്ഷീയമായി ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് കൈമാറുകയാണ്. അത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഈ കുമ്പളം ടോൾ പ്ലാസയെ സംബന്ധിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിലുണ്ടായിരുന്ന റോഡാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ആ റോഡ് കയ്യേറിക്കൊണ്ട് അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഏതാണ്ട് 198 കോടി രൂപ 200 കോടി രൂപയോളം മുതൽ മുടക്കിക്കൊണ്ട് ഒരു ചെറിയ തുച്ഛമായ മുതൽ മുടക്ക് മാത്രം നിർവഹിച്ചുകൊണ്ട് 30 വർഷത്തേക്ക് തീരെഴുതിയെടുത്തിരിക്കുകയാണ്. ഈ വരുവാൻ പോകുന്ന 30 വർഷക്കാലം കൊണ്ട് ഈ ടോളിൽ നടക്കുവാൻ പോകുന്ന പിരിവ് വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ 1 ലക്ഷം കോടി രൂപയാണ്. വരാൻ പോകുന്ന 30 വർഷക്കാലം കൊണ്ട് ഇവിടെ കൊള്ളയടിക്കാൻ പോകുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. കേവലം 200 കോടി രൂപയിൽ മാത്രം താഴെ മുതൽ മുടക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊള്ള ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഖജനാവിൽ നിന്നും ഏതാണ്ട് 40% പണം മുടക്കുന്നുണ്ട്. ബാക്കി പോരാത്ത സംഖ്യ മാത്രമാണ് ഈ കുത്തക മുതലാളിമാർ ഇവിടെ മുതൽ മുടക്കുന്നത്. ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വിദഗ്ധന്മാർ പഠനം നടത്തിയിട്ട് പറയുന്നത്, പല പഠനങ്ങളും നടന്നതിൽ പറയുന്നത്, ഈ പറയുന്ന 40% മാത്രം സംഖ്യ കൊണ്ട് ഈ റോഡിന്റെ പണി പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മുതൽ മുടക്കൊണ്ട് മാത്രം ഈ റോഡ് പണിയാമെന്നിരിക്കെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് പിടിയാളികൾക്കും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ പടുത്തുയർത്തുമ്പോൾ അതിന് 2 കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ സാധ്യമല്ല. ഇത് വെറും തീരെഴുതി കൊടുക്കൽ മാത്രമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊണ്ടുപോയ ഒരു മെഷീൻ ഇവിടെ കുടുങ്ങുകയുണ്ടായി. പല ടോളുകളും കടന്നു വന്നതാണ്. ഇവിടെ പോകാൻ സൗകര്യമില്ല. അധികമായിട്ട് നമ്മൾ പണം മുടക്കിക്കൊണ്ട് ഈ റോഡ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് ഇവിടെ സഞ്ചാര സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഏതാനും ദിവസം അത് കുടുങ്ങിക്കിടക്കുകയും ഇവിടെ യാത്രാ സൗകര്യം മുടങ്ങുകയും ചെയ്തു. അതുപോലെ അശാസ്ത്രീയമായ രീതിയിൽ മണിമാളിക പടുത്തുയർത്തി ഇതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ മുകളിൽ മുതലാളിമാർക്ക് വലിയ ബംഗ്ലാവുകൾ പടുത്തുയർത്തിയിരിക്കുകയാണ്. ഇവിടെ 30 വർഷത്തേക്ക് ഇത് തീരെഴുതി കൊടുത്തിട്ടുള്ളപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 30 വർഷത്തേക്ക് ഈ രാജ്യത്ത് ഒരു വികസനവും ഉണ്ടാവുകയില്ലേ. ചൈനയിലും മറ്റും 30 വർഷത്തെ വികസനം കണ്ടുകൊണ്ട് 56 വരിപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 30 വർഷം. അപ്പൊ അത്രയ്ക്ക് വികസനങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അത്രയ്ക്ക് ട്രാഫിക് റോഡ് ഉണ്ടാകുവാൻ പോകുന്നത്. ഇവിടെ 30 വർഷത്തേക്ക് ഈ പാത തീരെഴുതി കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ ഇത് പാരലായിട്ട് 30 വർഷത്തേക്ക് മറ്റൊരു പാത പോലും നിർമ്മിക്കുവാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 30 വർഷത്തേക്ക് ഈ റോഡിലൂടെ ഇപ്പോൾ തന്നെ ഇവിടെ ട്രാഫിക്കിന്റെ നിരക്ക് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ 30 വർഷത്തേക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിന് വേറെങ്കിലും വിജയമായ ഭാഗത്തു കൂടിയെങ്കിലും ഒരു റോഡ് ഉണ്ടാക്കുവാൻ അവകാശമില്ലാതെ ഈ റോഡ് 30 വർഷത്തേക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചാൽ അതൊരു കാരണവശാലും നോക്കി നിൽക്കുവാൻ സാധ്യമല്ല.
ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുവാനുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം അത്തരം വിഷയങ്ങളിലൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങളെ ഇത് തിരുത്തിക്കുന്നതുവരെ യാതൊരു കാരണവശാലും നിങ്ങൾക്കറിയാം, ഈ സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂലമ്പള്ളി സമരം. ഇതിന്റെ പല ആളുകളും ഈ മൂലമ്പള്ളി സമരമായിട്ട് ശ്രീ ഇലകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ സമരമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള സ്വാതന്ത്ര്യ സമരത്തിലും ക്രിസ്മസ് നാളുകളിലും എല്ലാം അക്ഷീണമായിട്ട് വർഷങ്ങളോളം സമരം ചെയ്തിട്ടാണ് ഒരു പരിധിവരെയെങ്കിലും മൂലമ്പള്ളിക്കാരുടെ കാര്യങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടുള്ളത്, ഒരു പരിധിവരെയെങ്കിലും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായിട്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ സംഘടന ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്നതല്ല. ഞാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. രാഷ്ട്രീയമായ കക്ഷി ബന്ധങ്ങൾക്കൂടെ പ്രസക്തിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സോഷ്യൽ ജനതയുടെ അംഗമെന്നുള്ള നിലക്ക് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള നിലക്ക് വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത സമരത്തിന് അവസാനം വരെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ശ്രീ എംബി ലോറൻസിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നിരവധി നേതാക്കൾ നമ്മോട് സംസാരിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീ ഉദയകുമാറാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കളുടെ ഒരാളായ ശ്രീ ഉദയകുമാർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പാതയിൽ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ട പലതും നമുക്ക് തിരിച്ചെടുക്കുന്നത്. നമുക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസത്തിലായിരുന്നാലും ആരോഗ്യരംഗത്തായിരുന്നാലും എല്ലാ രംഗങ്ങളിലും എല്ലാ വികസന രംഗങ്ങളിലും നമുക്ക് ആ ഒരു പൊതു എന്നുള്ള ഘടകത്തിൽ നിന്ന് മാറി അതെല്ലാം ഇന്ന് നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് മറ്റ് മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ സഞ്ചാരമായ റോഡുകൾ, എന്തിന് നമ്മുടെ അടുക്കള വരെ ഇന്ന് നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കാണുന്ന ആ ഒരു വികസനത്തിന്റെ അതിന്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് നമ്മുടെ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിലുള്ള ഈ പിന്നോട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങൾ. നമുക്ക് റോഡുകൾ വേണ്ടെന്നല്ല, റോഡുകൾ വേണം. 45 മീറ്ററാണ് റോഡുകൾ വേണം. പക്ഷെ ആ റോഡുകൾ ജനങ്ങൾക്ക് വേണ്ടിയാകണം. അത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതൊരു കൊമേഴ്സ്യത്തിന് വേണ്ടി ഒരു വാണിജ്യവൽക്കരണത്തിന് വേണ്ടി ആകരുത്. എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രസാഹിത്യമുള്ള പരിസ്ഥിതിപൂർവ്വ സംഘടനയെ കാണുന്നത് ഒരു പൊതുവായ അതുകൊണ്ട് തന്നെ മറ്റേ രംഗത്തെ പോലെ ഈ രംഗവും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഇതെന്നല്ല മറ്റെല്ലാ രംഗങ്ങളിലേക്കും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ സമര സംഘടനകൾക്കും പാർട്ടി അഭിവാദനങ്ങളോടെ